ഇന്ന് നമുക്ക് വറുത്തരച്ച കോഴിക്കറിയും പിടി ഉണ്ടാക്കിയാലോ? എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് പിടിക്ക് വേണ്ടിയിട്ട് ഒരു 8 ചെറിയ ഉള്ളിയും 2 ചെറിയ വെളുത്തുള്ളിയും ഒരു പിടി ജീരകവും കേട്ടോ, 1 ടേബിൾ സ്പൂൺ. അത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ. അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലേശം വെള്ളം ചേർത്ത് അരയ്ക്കുക. പിന്നീട് നമുക്കൊരു 4 ഗ്ലാസ് വെള്ളം, വലിയ ഗ്ലാസ് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിക്കണം. അത് അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് ചെറു തീരത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. ഇതെല്ലാം ഒന്ന് വെന്തിറങ്ങാനാണ് വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം കേട്ടോ. പിന്നീട് നമ്മൾ 1.5 കപ്പ് അരിപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അതെടുത്ത് നന്നായിട്ട് ഈ തിളപ്പിച്ച വെള്ളത്തിൻ്റെ പാകം കുറേശ്ശെ ഇട്ട് നമുക്ക് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ച് ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടി വെക്കുക. ബാക്കി വെള്ളം നമുക്ക് മാറ്റി വെക്കണം കേട്ടോ, ആവശ്യമുണ്ട്. അങ്ങനെ ഇതുപോലെ ബോൾസ് എല്ലാം ആക്കിയതിന് ശേഷം അത് മാറ്റി വെക്കുക. പിന്നീട് ഒരു ബൗളിൻ്റെ അകത്ത് നമുക്ക് ഒരു പിടുത്തം തേങ്ങ എടുക്കുക കേട്ടോ. അത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം. ഈ അരിപ്പൊടിയിൽ നിന്ന് ഞാനൊരു കുറച്ച് അരിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അരിപ്പൊടി നമുക്കൊരു വെള്ളത്തിൽ കലക്കി ഒന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് പതുക്കെ ആവശ്യം വരും. അതങ്ങനെ കലക്കി അങ്ങ് മാറ്റി വെക്കുക. പിന്നീട് നമുക്കൊരു പരന്ന ചീനിച്ചട്ടി എടുത്ത് ആ ബാക്കി വന്ന വെള്ളം ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ബോൾസുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉടനെ ഇളക്കാൻ നിൽക്കരുത്, തിള വന്നതിന് ശേഷം ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ ബോൾസ് എല്ലാം പൊട്ടിപ്പോവും. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും തേങ്ങയില്ലേ കലക്കി വെച്ചിരിക്കുന്നത്, അത് നന്നായിട്ട് തിളച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അന്നേരത്തേനും അത് പതുക്കെ കുറുകി വരും. നന്നായിട്ട് ഒരുമാതിരി കുറുകി വരുമ്പോഴത്തേനും ആ തീ ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറുകി പോകും കേട്ടോ. അതിനുശേഷം നമുക്കിനി വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കണ്ടേ. ഒരു പാൻ വെക്കുക, അതിലേക്ക് ബേ ലീവ്സ്, കറുവാപ്പട്ട, ഗ്രാമ്പു എല്ലാം ഇടുക. ഒരു 3 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും കൂടി ഇട്ടിട്ട് വറക്കുക. നന്നായിട്ട് വറുത്ത് പതുക്കെ ഒന്ന് വറുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ബൗൾ തേങ്ങ, 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അതിലേക്ക് വറ്റൻമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. വറുത്തെടുത്ത് മാറ്റി വെക്കുക. അത് അരച്ചെടുത്തുകൊണ്ട് വരണം നന്നായിട്ട്. പിന്നെ നമുക്ക് 2 സവോളയും 1 തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ചോപ്പ് ചെയ്തും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ തക്കാളിയിലേക്കും സവോളയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അതൊന്ന് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. നല്ല കുറുകി ചാറ് നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. മുകളിൽ ഗരം മസാലപ്പൊടിയും കൂടെ തൂവിയെടുക്കുക കേട്ടോ. പിടിക്കും കോഴിക്കും ഏറ്റവും ടേസ്റ്റാണിത് വറുത്തരച്ച ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ്റ്റർ സ്പെഷ്യലും. താങ്ക് യു.